ഹലോ ഹാൻഡ് എംബ്രോയിഡറി ബേസിക് സീരീസിലെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോസ് കണ്ടിട്ടില്ലാത്തവർ ഇവിടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ ഇവിടെ ഒരു ഐ ബട്ടൺ ഉണ്ടാവും. അതിൽ നോക്കിയാൽ കഴിഞ്ഞ് നമ്മൾ ഇതുവരെ ചെയ്ത സ്റ്റിച്ചസിൻ്റെ എല്ലാം ലിങ്ക് കിട്ടുന്നതാണ്. അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആ വീഡിയോസ് കാണാൻ പറ്റും. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സീഡ് സ്റ്റിച്ചാണ്. സീഡ് സ്റ്റിച്ച് എന്ന് പറഞ്ഞാൽ നമ്മളതുപോലെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ചെയ്യാനും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഫില്ലിംഗ് ആയിട്ടൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു സ്റ്റിച്ചാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിതുപോലെ എംബ്രോയ്ഡറി നീഡിൽ എടുത്തിട്ടുണ്ട്. ഇതിന് ഞാനിപ്പോൾ ഇത് ഒരു 3 ഇഴ മാത്രം എടുത്തേക്കുന്നത്. എംബ്രോയ്ഡറി ത്രെഡ് തന്നെ 6 ഇഴയും 8 ഇഴ അങ്ങനെയൊക്കെ കിട്ടാറുണ്ട്. ഇതിൽ ഞാനിപ്പോൾ 3 എണ്ണം മാത്രമാണ് എടുത്തേക്കുന്നത്. എന്നിട്ട് ഞാൻ 2 അൻഡും കൂടെ കൂട്ടി കെട്ടിയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ സീഡ് സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പം നമുക്ക് ഇവിടെ ഇത്ര ഫില്ല് ചെയ്യുന്ന രീതിയിൽ സീഡ് സ്റ്റിച്ച് കൊടുക്കാം. അപ്പം ഞാൻ അതുപോലെ സൂചി മുകളിലേക്ക് എടുത്തു. നമ്മൾ സ്ട്രെയിറ്റ് സ്റ്റിച്ച് ഈ റണ്ണിങ് സ്റ്റിച്ച് പോലെ തന്നെ, പക്ഷെ നമ്മൾ റാൻഡമായിട്ട് കൊടുക്കുന്നു, അങ്ങനെയുള്ളൂ. അല്ലാതെ നമുക്കൊരു പാറ്റേൺ ഇല്ലാതെ ഇതുപോലെ അരിയൊക്കെ ഇങ്ങനെ വിതറി കിടക്കുന്നതല്ലേ, സീഡ്സൊക്കെ ഇങ്ങനെ വിതറി കിടക്കുന്നത് പോലെ ചെയ്യണം. അതാണ് സീഡ് സ്റ്റിച്ച്. നമുക്ക് കുർത്തീസൊക്കെ ചെയ്യുമ്പോൾ ഇത് മാത്രം തന്നെ ചെയ്താൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. യോക്കിലൊക്കെയും ഈ ഒരു സ്റ്റിച്ച് കൊണ്ട് തന്നെ നല്ല ഭംഗിയായിട്ട് നമുക്കൊരു എംബ്രോയ്ഡറി ഒക്കെ ചെയ്തെടുക്കാൻ പറ്റും. കളറിൽ 2 ഷെയ്ഡുള്ള ത്രെഡൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വെച്ച് ചെയ്യുമ്പോൾ കാണാൻ കുറേ കൂടി നല്ല ഭംഗിയായിരിക്കും. ഇപ്പോൾ പ്ലെയിൻ ഒരു ബ്ലാക്ക് പ്ലെയിൻ മെറ്റീരിയൽ വാങ്ങിയിട്ട് ഇപ്പോൾ ഇതുപോലെ തന്നെ ഫുൾ അങ്ങ് ചെയ്യുമ്പോഴത്തേക്ക് യോക്ക് പോർഷൻ കംപ്ലീറ്റ് ആയിട്ടോ ഒക്കെ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നെക്കിൽ കുറച്ച് പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ. അതുപോലെ സീനറീസ് ഒക്കെ ചെയ്യുവാണെങ്കിൽ ഗാർഡൻ ബാക്ക്ഗ്രൗണ്ടൊക്കെ കൊടുക്കാനും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഇതേ സ്റ്റിച്ച് തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ ഇതാണ് സീഡ് സ്റ്റിച്ച്. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ ഞാൻ ഇനി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നാളെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അതുപോലെ തന്നെ ഇതുവരെ നമ്മൾ ബേസിക് ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്തതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്റ്റിച്ച് ഏതാണെന്ന് താഴെ കമൻറ്റ് ചെയ്യൂ. അപ്പോൾ വീണ്ടും നാളെ അടുത്തൊരു സ്റ്റിച്ചുമായിട്ട് കാണാം.